കുഞ്ഞായിരുന്നപ്പോൾ തന്നെ സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ. കാളപ്പോരിന് പേര് കേട്ട ആ നാട്ടിലെ എല്ലാ കുട്ടികളെയും പോലെ അവൻ്റെയും സ്വപ്നം ഒരു കാളപ്പോരുകാരനാകണമെന്നായിരുന്നു. എന്നാൽ വിധി അവനെ എത്തിച്ചത് കാൽപന്തിൻ്റെ ലോകത്തിലേക്കാണ്. ഫുട്ബോളിൻ്റെ കൊട്ടാരമായ സാന്റിയാഗോ ബെർണാബോയിൽ അവരുടെ കോട്ട കാക്കുന്ന വിശ്വസ്തനായ കാവൽക്കാരൻ. അവനെ മറികടന്ന് ബോൾ കൊണ്ടുപോകാൻ അല്പം പ്രയാസമാണ്. ഇനി അഥവാ കടന്നാൽ അത് തകർക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. അങ്ങനെ 1986 മാർച്ച് 30 സെവില്ലയിലെ കാമാസ് എന്ന നഗരത്തിൽ ജനിക്കുന്നു. കാളപ്പോര് എന്നത് അവൻ്റെ സ്വപ്നമായിരുന്നുവെങ്കിൽ കാൽപന്ത് അവനൊരു ആവേശമായിരുന്നു. എന്നാൽ അവൻ്റെ ആ ഒരു ആഗ്രഹത്തിൽ കുടുംബത്തിൽ ആർക്കും ഒരു താല്പര്യവും ഇല്ലായിരുന്നു. കാരണം ബുൾഫൈറ്റ് എന്നത് ഹൈലി റിസ്ക്ഡ് ആയിട്ടുള്ള ഒരു കളിയാണ്. പരിക്ക് പറ്റാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. എന്നാൽ ചേട്ടനായ റിനെ റാമോസിന് അവൻ്റെ ഫുട്ബോളിലുള്ള കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു. അവർ അതിൽ അവനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ 6-ാമത്തെ വയസ്സ് മുതൽ കാമാസ് CF എന്ന ക്ലബിലൂടെ വളർന്നു വന്നു. അവിടുന്ന് നേരെ സെവില്ല FC അക്കാഡമിയിലേക്ക് ചേരുന്നു. തൻ്റെ കരിയറിലെ ആദ്യത്തെ മാച്ച് തന്നെ ഒരു തോൽവിയിലൂടെയാണ് തുടങ്ങിയത്. ഡിപ്പോർട്ടോവിനെതിരായിട്ട് എതിരില്ലാത്ത ഒരു ഗോളിന് തോൽക്കുകയായിരുന്നു. എന്നാൽ ആ കളിയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ട് പോലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതോടെ പല വമ്പൻ ക്ലബ്ബുകളും റാമോസിന് നോട്ടമിട്ട് തുടങ്ങി. അങ്ങനെ 2005 തൻ്റെ ജീവിതം മാറ്റിമറിച്ച സൈനിങ് നടക്കുന്നു. റാമോസിനെ 27 മില്യൺ യൂറോ എന്ന റെക്കോർഡ് തുകയ്ക്ക് അവരുടെ തട്ടകത്തിലേക്ക് എത്തിച്ചു. അന്ന് അതായിരുന്നു ഒരു യുവതാരത്തിന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിങ് എമൗണ്ട്. ഫുൾ ബാക്ക് ആയാലും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയാലും പ്രതിരോധത്തിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ചവനാണ്. എതിരെ നിൽക്കുന്നവൻ ഏത് കൊലകൊമ്പനും ആയിക്കോട്ടെ, അവൻ്റെ പ്രജകൾക്ക് അവൻ കൊടുത്ത വാക്ക് അവൻ പാലിക്കും. അതിനി ചോര വീഴ്ത്താൻ പോലും അവൻ മടിക്കില്ല. ഇറ്റാലിയൻ ഇതിഹാസം മാൾഡീനി റാമോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലിസ്റ്റിലെ ഏറ്റവും മുകളിലുള്ള താരമാണ് റാമോസ്. നല്ല വേഗതയുള്ളൊരു താരം. ഡിഫൻസിലെ ടെക്നിക്കൽ വൈസിലായാലും സ്ട്രെങ്ത്തിലായാലും അവനെ വെല്ലാൻ ആരുമില്ല. റാമോസിൻ്റെ സാന്നിധ്യം പോലും ചില ടീമുകൾക്ക് ഭയവും അതേ സമയത്ത് സ്വന്തം ടീമിന് ഊർജവുമാണ്. ഫിഫ പ്രോ 11 അവാർഡുകളടക്കം 22ഓളം ട്രോഫികൾ പല ടീമിനായി അദ്ദേഹം നേടിയിട്ടുണ്ട്. റാമോസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാർഡുകളുടെ എണ്ണം. തൻ്റെ കരിയറിൽ 26 റെഡ് കാർഡുകൾ നേടിയിട്ടുണ്ട് താരം. അതൊരു ഫുട്ബോളർക്ക് ഒരിക്കലും ഒരു അംഗീകാരമല്ല. പക്ഷെ റാമോസ് ചെയ്തിരുന്ന പല ഫൗളുകളും ആ കളിയുടെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ട്. സ്പെയിനിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയും എക്കാലത്തെയും മികച്ച ഒരു ക്യാപ്റ്റനും കൂടിയാണ്. ഒരു ബോൺ ലീഡർ എന്ന് തന്നെ നമുക്ക് പറയാം. എൽ ക്യാപ്പറ്റാനോ. റയൽ ഫാൻസിന് അഹങ്കരിക്കാൻ ഈ ഒരു പേര് മതി. കാരണം ഇന്ന് ഫുട്ബോളിൽ ഏത് ക്ലബിനാണ് അവകാശപ്പെടാനുള്ളത് ഇതുപോലൊരു നായകനെ? ഇനി എന്തുകൊണ്ടാണ് ഈ താരം ഇത്രയും അപകടകാരിയാണെന്ന് ചോദിച്ചാൽ, ഗോൾ അടിക്കാനും ഗോൾ തടയാനും ഒരുപോലെ കഴിവുള്ള താരം. ഇന്ന് ലലീഗയിലെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ഡിഫൻഡറാണ് റാമോസ്. 67 ഗോൾ എന്ന റൊണാൾഡോ കൂമാന്റെ റെക്കോർഡ് ഭേദിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് ആ ലക്ഷ്യം കൈവരിച്ചത്. 2006 റൗണ്ട് ഓഫ് 16 പോരാട്ടത്തിനൊടുവിൽ ഫ്രാൻസിനോട് തോറ്റു പുറത്താകുമ്പോൾ 19 വയസ്സുകാരൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദന നമുക്ക് കാണാമായിരുന്നു. എന്നാൽ അതിന് വെറും 4 വർഷത്തിൻ്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ആഫ്രിക്കൻ വൻകരയിൽ വെച്ച് നടന്ന ആദ്യത്തെ ലോകകപ്പിൽ തന്നെ ആ രാജ്യത്തിൻ്റെ സ്വപ്നമായിരുന്ന കന്നി കിരീടത്തിൽ അവർ മുത്തമിട്ടു. ഒരു ഗോളൊന്നും നേടിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ റൈറ്റ് ബാക്ക് പൊസിഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. കാർലോസ് പുയോളും പിക്കെയും കൂടി ചേർന്നുണ്ടായ പ്രതിരോധത്തെ ഒരു പിഴവും വരുത്താതെ തന്നെ ഏൽപ്പിച്ച പണികളെല്ലാം വളരെ മനോഹരമായി ചെയ്തു റാമോസ്. 469 മാച്ചസാണ് അദ്ദേഹം റയലിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റാറ്റസ് തന്നെ മതി ആ ക്ലബിന് അയാളോടുള്ള വിശ്വാസം അളക്കാൻ. ഏതാണ്ട് 11 വർഷങ്ങൾക്ക് മുമ്പ് അറീന അലയൻസിൽ പെനാൾട്ടി എടുക്കാൻ നിന്ന്
താങ്ക്സ് ഗോഡ് ഫോർ ഗിവിങ് മീ ആൻ അൺകോൺകറബിൾ സോൾ. ഞാനാണ് എൻ്റെ സ്വന്തം വിധിയുടെ യജമാനൻ, എൻ്റെ ആത്മാവിൻ്റെ നായകൻ. സത്യം പറഞ്ഞ വെറുക്കുന്നവർ പോലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കളിക്കാരൻ. ഇനി ഇതുപോലൊരു ഐറ്റം ഫുട്ബോൾ ലോകത്തുണ്ടാകുമെന്ന് തോന്നുന്നില്ല.